പോയ സമയത്ത് ഞാൻ അന്ന് ലാസ്റ്റ് ഡേ ഏട്ടനോട് പറഞ്ഞു ഒന്നൊരു പാട്ട് പാടി തരുമോന്ന് ചോദിച്ചു. ചേച്ചിക്ക് അയച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പാട്ട് പാടി തന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഏട്ടാന്ന് വിളിക്കുമ്പം അന്യത്തിൻ്റെ സ്ഥാനത്ത് പെങ്ങളായിട്ട് ഞാനുണ്ട് ഇവിടെ അനിയത്തിയായിട്ട്. അപ്പോൾ ഏട്ടാന്ന് വിളിക്കണ്ട, ഭാര്യൻ്റെ സ്ഥാനത്ത് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ അമ്മയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനു വേണ്ടിയിട്ട് വീട്ടിൽ തിരിച്ചു വന്നു, വാട്ട് ഇസ് ദ റീസൺ. അപ്പം അവള് കാരണം മാത്രമാണ് ഞാനിപ്പോൾ ഇന്നലെ ആ താലി കെട്ടാനുള്ള ഒരു മുഹൂർത്തം ഉണ്ടായത്. ഈ ഒരു പ്രപ്പോസൽ എങ്ങനെയാണ് വന്നത്? ആക്ച്വലി ലവ് മാരേജ് ആണോ? അല്ല, എങ്ങനെയാ വന്നത് പ്രപ്പോസൽ? ഞാൻ പത്തനംതിട്ട സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പത്തനംതിട്ട സീരിയലിൽ എനിക്ക് 3 ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു. ഏപ്രിൽ 18-ാം തീയതി 18, 19, 20 ആ ടൈമിൽ പോയി. സാധാരണ ലൊക്കേഷനിൽ പോകുമ്പോൾ തന്നെ ഞാൻ അവിടെ പോയി. ആദ്യം സംസാരിക്കാനൊക്കെ അറിയില്ല, നമ്മൾ ഒരു സെറ്റിൽ പോകുമ്പോൾ മറ്റൊരു സെറ്റിൽ ആളെങ്ങനെ നമ്മളോട് സംസാരിക്കോ ഇല്ലയോ എന്നൊക്കെ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. അത് സംസാരിച്ചില്ല. കാണുമ്പോൾ അയ്യോ സംസാരിച്ചാൽ തിരിച്ച് സംസാരിക്കുമോ, മിണ്ടാൻ ഒരു പേടിയായിരുന്നു സംസാരിക്കാൻ ആദ്യം. അപ്പോൾ കൂടെ കസിൻ ഉണ്ടായിരുന്നു, സൗമ്യ ചേച്ചി. അപ്പോൾ ചേച്ചിയായിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ഏട്ടൻ്റെ ഈ താടിയൊക്കെ കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. പിന്നെ 20-ാം തീയതി ഏപ്രിൽ 20-ന് സൗമ്യ ചേച്ചി വന്നില്ല. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് അയച്ചു തരണം, ഏട്ടൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അയച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് നമ്പർ തന്നിട്ട് പോയ സമയത്ത് ഞാൻ അന്ന് ലാസ്റ്റ് ഡേ ഏട്ടനോട് പറഞ്ഞു ഒന്നൊരു പാട്ട് പാടി തരുമോന്ന് ചോദിച്ചു. ചേച്ചിക്ക് അയച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പാട്ട് പാടി തന്നു. ആടുജീവിതത്തിലൊരു പാട്ട് പാടി തന്നു. ഞാൻ സൗമ്യ ചേച്ചിക്ക് അയച്ചു കൊടുത്തു. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു അതെന്താ എനിക്ക് അയച്ചു തരൂലെന്ന് ചോദിച്ചു. അപ്പം നമ്മൾ പക്ഷേ അപ്പം എൻ്റെ എനിക്ക് നമ്പർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് നമ്പറില്ല, ഞാൻ തരാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞേന്ന് വിളിക്കുക, കുഞ്ഞെ തരാലോ പറഞ്ഞാൽ അങ്ങനെ നമ്പർ തന്നു. പിന്നെ എനിക്കറിയാം എന്താണ് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കുന്നതാണ്. ഞാൻ അവിടുന്ന് സമീപിച്ച ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തു. അപ്പൊ എനിക്ക് ഫാമിലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് ഞാൻ ഏട്ടനായിട്ട് സംസാരിച്ചു. ക്ലാസ് തരുമോന്ന് ചോദിച്ചു, തരാമെന്ന് പറഞ്ഞു. എന്തോ എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ സൗമ്യ ചേച്ചി ഒരു ദിവസം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഏട്ടനായിട്ട് സംസാരിക്കുന്നുണ്ടല്ലേ. ഞാനോ സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ച് സമാധാനമുണ്ട്, എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയാൻ പറ്റുന്നുണ്ട്, നല്ല മറുപടി തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സിന് എന്താ ഒരു അത്രയും നല്ലൊരു കുളിമൊഴുക്കി എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പം സൗമ്യ ചേച്ചി അപ്പം ഞാൻ ഏട്ടാന്നാണ് വിളിക്കേണ്ടത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഏട്ടാന്ന് വിളിക്കുമ്പം അന്യത്തിൻ്റെ സ്ഥാനത്ത് പെങ്ങളായിട്ട് ഞാനുണ്ട് ഇവിടെ അനിയത്തിയായിട്ട്. അപ്പോൾ ഏട്ടാന്ന് വിളിക്കണ്ട, ഭാര്യൻ്റെ സ്ഥാനത്ത് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് എന്താ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല, കാരണം സെറ്റിൽ ഞാൻ ഹസ്ബൻഡ് ഉണ്ട് എന്നാണ് പറഞ്ഞതല്ലേ. പെട്ടെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഹസ്ബൻഡ് ഇല്ലല്ലോ, മക്കളെയും കൂട്ടി നിൽക്കല്ലേ, അപ്പം എൻ്റെ ഭാര്യയായിട്ട് വരാൻ താല്പര്യമുണ്ടോ. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല, കാരണം ഇത്രയും പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നെ പോലെ ഒരാളെ സ്വീകരിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മക്കളുള്ളതൊക്കെ കുറവായി കാണുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇല്ലേ. അപ്പോൾ അതൊക്കെ എനിക്കൊരു പ്രശ്നമായിരുന്നു അന്ന്. ഇത് ശരിക്കും പറയുന്നതാണ്. അപ്പം ഞാൻ സമ്മതിച്ചോട് പറഞ്ഞു നിങ്ങൾ എന്ത് തമാശ കളിക്കുകയാണെന്ന് ചോദിച്ചു. ജീവിതത്തിൽ ആരെങ്കിലും തമാശ പറയുക, നിനക്ക് താല്പര്യമുണ്ടോ അത് പറയാം. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കായിട്ടൊരു തീരുമാനമില്ല, എനിക്ക് 2 കുട്ടികളുണ്ട്. അപ്പം മോൾക്ക് 18 വയസ്സായി, അവളെ താല്പര്യം അറിയണം. കാരണം നമ്മുടെ ലൈഫിലേക്ക് ഒരാൾ ഇത്രയും നാള് എൻ്റെ കൂടെ 2 മക്കളെയും കൂട്ടി ഞാൻ നിൽക്കുമ്പോൾ അവർക്ക് കൊടുത്തിട്ട് സ്നേഹം വേറൊരാൾ പങ്കിടാൻ വരുമ്പോൾ മക്കൾ കൂടി അത് അംഗീകരിക്കുമെന്ന് അറിയണം. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരേ കാര്യമില്ല, അമ്മ എത്രയെന്ന് വെച്ചിട്ട് എങ്ങനെ നിൽക്കുക, അമ്മ സമ്മതം പറ. അപ്പം അവള് കാരണം മാത്രമാണ് ഞാനിപ്പോൾ ഇന്നലെ ആ താലി കെട്ടാനുള്ള ഒരു മുഹൂർത്തം ഉണ്ടായത്, സമ്മതത്തിൽ. ഇപ്പം സൗമ്യ ചേച്ചി എന്താണ് ഞാൻ ചോദിച്ചു, അതും മോളിങ്ങനെ പറയാനും സൗമ്യ ചേച്ചി ചോദിച്ചത് കൊണ്ടാണ് മോളിങ്ങനെ. അപ്പൊ അനുഭവങ്ങൾ അവൾ കണ്ടതുകൊണ്ടാണ് അമ്മ സമ്മതിക്കുമെന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് മോളാണ് ഇതിന് ഏറ്റവും കൂടുതൽ മുൻപ് അല്ലേ. ഓക്കെ, പറഞ്ഞല്ലോ ഭാര്യയായിട്ട് വരാൻ താല്പര്യം. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കും? കാരണം നമുക്കിപ്പോ ഒരാളോട് സംസാരിക്കുമ്പം ചിലപ്പോ അല്ല, നമുക്ക് ഡിവോഴ്സ് 2പേരുടെയും ഡിവോഴ്സ് കഴിഞ്ഞതാണ്. ലീഗലി മാരീഡ് അല്ല ഞാൻ, അപ്പൊ ഡിവോഴ്സിന്റെ ആവശ്യം ഉണ്ടാവില്ല. എന്നാലും കോടതിയിൽ വെച്ചിട്ട് തന്നെയാണ് ഒപ്പിട്ട് തന്നു. രണ്ടാളെ വ്യക്തി ജീവിതത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് 8 വർഷമായി. എൻ്റെ പേഴ്സണൽ ലൈഫില്
എനിക്കുണ്ടായ ഒരു ലോസോ അതിലുണ്ടായ ലോൺലിനെസ്സോ ഇതെല്ലാം എൻ്റെ അനിയത്തിക്കുട്ടി കാണുന്നുണ്ട്. ഷീ സീയിങ് വാട്ട് ഐ എം ഗോയിങ് ത്രൂ. എൻ്റെ അമ്മയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനു വേണ്ടിയിട്ട് വീട്ടിൽ തിരിച്ചു വരണം, വാട്ട് ഇസ് എ റീസൺ. അങ്ങനെ എനിക്ക് റീസൺ ഇല്ലാതെ ലൈഫിൽ ഒരു ലോൺലിനെസ് എന്നൊരു രീതി, ഡിവോഴ്സ് കഴിയുന്ന ആ സമയത്ത് പോലും എന്താണ് ലൈഫിലേക്ക് ഇനി വരാനുള്ളത് എന്നാലോചിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരു സ്ഥിതിയായിരുന്നു. 2018 ഞാൻ ദുബായ് വിട്ടിട്ട് ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു ഫ്ലറിഷ്ഡ് പ്രൊഫൈൽ, അല്ലെങ്കിൽ ഞാൻ ആരായിരുന്നു, എന്തായിരുന്നു, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ പ്രൊഫഷൻ എല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് ഞാനൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലായിട്ട് ഞാൻ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയം. ഇത് പലതവണ, അതായത് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടേഴ്സിലേക്ക് പോയി, കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് മാറി ഇങ്ങനെ ലൈഫ് മാറ്റി IT-യിലേക്ക് പോയി, IT-യിൽ നിന്ന് ഞാൻ റേഡിയോയിലേക്ക് പോയി, അങ്ങനെ കഴിഞ്ഞ് ഞാൻ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്ന് പറഞ്ഞ പുതിയൊരു പ്രൊഫഷനിലേക്ക് ഞാൻ 2018 വന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐ ഡോണ്ട് ഹാവ് എ റീസൺ അറ്റ് ഓൾ. അപ്പം അങ്ങനെ ഒരു കാരണമില്ലാത്തൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു കാരണമുണ്ടായി. ആ കാരണമാണ് എനിക്ക് 2021 ഒക്ടോബർ 7-ാം തീയതി നഷ്ടപ്പെട്ടത്. അതും ഫുള്ളായിട്ട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ നന്നായിട്ട് അറിയാം. അങ്ങനെ അറിഞ്ഞ് എന്നെ എൻ്റെ സിറ്റുവേഷനിൽ നിന്ന് ഒരു കൂട്ടായിട്ട് എൻ്റെ കൂടെ ഇരിക്കാം എന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ എൻ്റെ അനിയത്തിക്കുട്ടിക്ക് സാധിച്ചു.